വോട്ടുകൾക്കെതിരെ ഡൽഹിയിൽ കോൺഗ്രസിന്റെ മഹാറാലി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബിജെപിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുവെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. പാർലമെന്റിൽ ഭരണപക്ഷത്തിന് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടെന്നും വോട്ടുകൊള്ള ചർച്ച ചെയ്യാൻ ധൈര്യമില്ലെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. വോട്ടുകൊള്ളയ്ക്കെതിരെ കോൺഗ്രസ് 5 കോടിയിലധികം ഒപ്പുശേഖരണം നടത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ പേരെടുത്തു പറഞ്ഞാണ് രാഹുൽ ഗാന്ധിയുടെ വിമർശനം. ബിജെപി സർക്കാരിന്റെ അജണ്ടയനുസരിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ പ്രവർത്തനം. വോട്ടുചോരി ആരോപണം ചർച്ച ചെയ്യാൻ വെല്ലുവിളിച്ചിട്ടും ബിജെപി തയ്യാറായില്ല. അമിത്ഷായുടെ കൈവിറയ്ക്കുകയായിരുന്നുവെന്നും രാഹുൽ ഗാന്ധി. സത്യത്തിനും അഹിംസയ്ക്കും ഒപ്പം നിന്ന് മോദിയെയും അമിത്ഷായെയും തോൽപ്പിക്കുമെന്നും വോട്ടുകൊള്ളയ്ക്കെതിരെയുള്ള കോൺഗ്രസിന്റെ മഹാറാലിയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു. സത്യ और असत्य के बीच में लड़ाई हो रही है और मैं आपको इस स्टेज से गारंटी देके कहता हूं, आप देखना, हम सत्य को लेकर, सत्य के पीछे खड़े होकर नरेंद्र मोदी और अमित शाह को, आरएसएस की सरकार को हिंदुस्तान से हटाएंगे. വോട്ടുകൊള്ള പാർലമെന്റിൽ ചർച്ച ചെയ്യണമെങ്കിൽ ആദ്യം രാഷ്ട്രഗീതം ചർച്ച ചെയ്യണമെന്നാണ് സർക്കാർ പറയുന്നത്. ബാലറ്റ് വോട്ടിംഗിൽ മത്സരിച്ചാൽ ഒരിക്കൽ പോലും ബിജെപി വിജയിക്കില്ലെന്ന് പ്രിയങ്ക ഗാന്ധി. तो हम संसद में ये बहस करते रहे कि राष्ट्रगीत किसका है, राष्ट्रगीत कैसे बना, राष्ट्रगीत क्यों बना, और जो बड़ी बड़ी समस्याएं हैं जिससे आप जूझ रहे हो, बेरोजगारी, महंगाई, पेपर लीक, उसके बारे में चर्चा करने की हिम्मत नहीं है. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, സോണിയാഗാന്ധി അടക്കമുള്ള നേതാക്കളും ഡൽഹി രാംലീല മൈതാനത്ത് നടന്ന മഹാറാലിയുടെ ഭാഗമായി. വോട്ടുകൊള്ളയ്ക്കെതിരെ 5 കോടിയിലധികം ഒപ്പുശേഖരണമാണ് കോൺഗ്രസ് നടത്തിയത്. വോട്ട് ചോരി ആരോപണം വീണ്ടും ശക്തമാക്കുകയാണ് കോൺഗ്രസ്. ഡൽഹി രാംലീല മൈതാനത്ത് നടന്ന മഹാറാലിയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. ഡൽഹി രാംലീല മൈതാനത്ത് നിന്ന് ക്യാമറാമാൻ ജോഗേഷ് സിംഗിനൊപ്പം വിനീത വിജി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.